CPM പോളിറ്റ് ബ്യൂറോയിൽ കടുത്ത വിമർശനം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോളിറ്റ് ബ്യൂറോ യോഗം. തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ, സർക്കാരിനെതിരായ ജനവികാരം, പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ തന്ത്രങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളിലാണ് യോഗത്തിൽ കടുത്ത വിമർശനങ്ങളും തുറന്ന ചർച്ചകളും നടന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കേരള ഘടകത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും സർക്കാരിന്റെ ജനസമ്പർക്കത്തെക്കുറിച്ചും ചില നേതാക്കൾ ശക്തമായ വിമർശനം ഉന്നയിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോളിറ്റ് ബ്യൂറോ യോഗം ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സമീപകാല തിരഞ്ഞെടുപ്പ് ഫലങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. കേരളത്തിൽ പാർട്ടിയുടെ ജനപിന്തുണ ചില മേഖലകളിൽ കുറഞ്ഞുവെന്ന വിലയിരുത്തലാണ് യോഗത്തിൽ ഉയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശക്തമായി അവതരിപ്പിക്കാൻ പാർട്ടിക്കും സർക്കാരിനും കഴിഞ്ഞില്ലെന്ന വിമർശനവും ചില അംഗങ്ങൾ മുന്നോട്ട് വെച്ചതായാണ് വിവരം. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നുവെന്നാണ് സൂചന. വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, ക്ഷേമ പെൻഷൻ വിതരണം വൈകുന്നതുപോലുള്ള വിഷയങ്ങൾ ജനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്ന വിലയിരുത്തലും യോഗത്തിലുണ്ടായി. അതേസമയം പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ പോരാട്ടം ശക്തമാക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. യുവജനങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം കുറയുന്നതായും സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും യോഗത്തിൽ ചർച്ചയായി. പുതിയ തലമുറയുമായി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള പുതിയ രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നതായാണ് വിവരം. കേരളത്തിലെ ചില വിവാദ വിഷയങ്ങൾ പാർട്ടിക്ക് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയെന്ന വിമർശനവും യോഗത്തിൽ ഉണ്ടായതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത്. ജനങ്ങളുമായി കൂടുതൽ നേരിട്ടുള്ള ഇടപെടൽ വേണമെന്നും പാർട്ടി പ്രവർത്തകർ കൂടുതൽ സജീവമാകണമെന്നും നേതൃത്വം നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഈ യോഗത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ തെളിവായാണ് വിശേഷിപ്പിക്കുന്നത്. സർക്കാരിനെതിരായ ജനവികാരം പാർട്ടിക്കുള്ളിലും ചർച്ചയാകുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ പാർട്ടി നേതൃത്വം പറയുന്നത് ഇത് സാധാരണ സംഘടനാ വിലയിരുത്തലിന്റെ ഭാഗമാണെന്നും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനായുള്ള ചർച്ചകളാണെന്നും ആണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയുടെ ഭാവി തന്ത്രങ്ങളും വിലയിരുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിരവധി നിർണായക നിർദ്ദേശങ്ങളാണ് ഉയർന്നതെന്നാണ് വിവരം. ജനങ്ങളിലേക്കുള്ള ഇടപെടൽ കൂടുതൽ ശക്തമാക്കാൻ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് പിന്നാലെ CPMന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? കേരള രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രതിഫലനം എന്താകും? ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.